Hi guys, welcome back to the YouTube channel. So ഇന്ന് നമ്മൾ ഡേ 19 ഓഫ് 150 ഡേ ലീഡ് കോഡ് ചലഞ്ച് ആണ്. അപ്പോൾ യൂഷ്വൽ നമ്മളിപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഏതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്, 2 പോയിൻ്ററാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2 പോയിൻ്റർ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ആദ്യം നമ്മൾ അറേ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒരു 5 ചെയ്തു, ഈസിയും മീഡിയം ആണ് ചെയ്തത്. അതുപോലെ തന്നെ 2 പോയിൻ്ററും ഒരു 4 ആയി. ഇന്നൊരു 5ാമത്തെ 2 പോയിൻ്റർ ആണ്, അതും ഈസി മീഡിയം ആണ്. ഇന്ന് നമ്മളൊരു മീഡിയം ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. ബേസിക്കലി ഒരു കൺസെപ്റ്റ്, അത് 2 പോയിൻ്റർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഡേറ്റ സ്ട്രക്ചർ ആയിക്കോട്ടെ, അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരു 5-6 ചെയ്ത് അങ്ങനെ പോകുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടുള്ളൂ, ആ പാറ്റേൺ കിട്ടുള്ളൂ. ആൻഡ് ഓൾസോ ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യനും എല്ലാവരും പറയുന്നത് നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യണം, കറക്റ്റായിട്ട് മനസ്സിലാക്കണം എന്നൊക്കെയാണ്. ഞാനും നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. എന്നാൽ അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് അതിൻ്റെ ഒരു കൺസെപ്റ്റ് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി ഇന്ന് നമ്മൾ ഈ സീരീസ് എന്താണെന്ന് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു 150 ഡേയ്സ് കൺസിസ്റ്റൻ്റ് ആയിട്ട്, എല്ലാ ദിവസവും ഞാൻ പറയുന്നില്ല, ബട്ട് വീക്ക്ലി ഒരു 4 to 5 ഡേയ്സ് എങ്കിലും മിനിമം ഒരു ക്വസ്റ്റ്യൻ വെച്ചെങ്കിലും ചെയ്യാനുള്ള ഒരു പ്ലാനാണ്. അപ്പോൾ ഓൾറെഡി ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ ബാക്കി ടൈമിൽ ഒരു ലീഡ് കോഡ് ക്വസ്റ്റ്യൻ വെച്ച് ഒരു ദിവസം ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് 19ാമത്തെ ഡേ ആണ്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്കൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കയറി ജോയിൻ ചെയ്യാം. സോ ക്വസ്റ്റ്യനിലോട്ട് പോകാം. കണ്ടെയ്നർ വിത്ത് മോസ്റ്റ് വാട്ടർ, ഇതാണ് ക്വസ്റ്റ്യൻ. എന്താണ് ക്വസ്റ്റ്യൻ? കണ്ടെയ്നർ വിത്ത് മോസ്റ്റ് വാട്ടർ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവാം, താഴെ ഗ്രാഫ് ഉണ്ട്, വാട്ടർ റിലേറ്റഡ് ആയിട്ട് എന്തോ ഒരു കണ്ടെയ്നർ ബേസ്ഡ് സാധനമാണ്. നമ്മൾ കാണുമ്പോൾ തന്നെ കിട്ടുന്ന സാധനത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ലോജിക്ക് ബിൽഡ് ചെയ്ത് പോകുന്നതാണ് ഓൾവേസ് നല്ലത്. സോ ക്വസ്റ്റ്യനിൽ ഇത് കൊടുത്തിട്ടുണ്ട്, യു ആർ ഗിവൺ ആൻ ഇൻറ്റീജർ അറേ ഹൈറ്റ് ഓഫ് ലെങ്ത് n. There are n vertical lines drawn such that the 2 endpoints of the ith line are I, 0 and I, height of I. സോ ബേസിക്കലി യു ആർ ഗിവൺ ആൻ ഇൻറ്റീജർ അറേ ഹൈറ്റ് എന്നുള്ള പേരിൽ ഒരു ഇൻറ്റീജർ അറേ തന്നിട്ടുണ്ട്. സിമ്പിൾ ഒരു അറേ ആണിത്, ഹൈറ്റ് അല്ലെ, ഒരു ലിസ്റ്റാണ്, ഹൈറ്റ് എന്ന് പറയും. ആ പേരിലാണ് ലിസ്റ്റ് തന്നിരിക്കുന്നത്. ഓഫ് ലെങ്ത് n. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് n ആണ്, n നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആ ലിസ്റ്റിലുണ്ടാവും. ദർ ആർ n വെർട്ടിക്കൽ ലൈൻസ് ഡ്രോൺ സച്ച് ദാറ്റ്. അപ്പോൾ അതിൻ്റെ ഈ ഒരു തന്നിട്ടുള്ള ഇൻപുട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിഷ്വലി റെപ്രസെൻറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇവർ പറയുന്നത്. ദർ ആർ n വെർട്ടിക്കൽ ലൈൻസ്. ഇതിലെത്ര എലമെൻറ്റ്സ് ഉണ്ടോ അത്രയും വെർട്ടിക്കൽ ലൈൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഡ്രോൺ വരച്ചിട്ടിരിക്കുകയാണ്. സച്ച് ദാറ്റ് 2 endpoints ഓഫ് ദ ith ലൈൻ. ith ലൈൻ എന്ന് പറയുന്നത് ഇത് ഓരോന്നും ഓരോ പൊസിഷനിലാണല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു ലൈൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഡെക്സ് പൊസിഷൻ i ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ ഈ ഒരു ലൈൻ 1 എന്ന് പറയുന്ന ലൈൻ നമുക്ക് എടുക്കാം. ഓക്കെ, ഇതാണല്ലോ 1 എന്ന് പറയുന്ന ലൈനെ റെപ്രസെൻ്റ് ചെയ്ത് അവർ വരച്ചിരിക്കുന്ന വര. സോ വെർട്ടിക്കൽ സച്ച് ദാറ്റ് ദ 2 endpoints ഓഫ് ദ ith ലൈൻ ആർ I, 0 ആൻഡ് I, ഹൈറ്റ്. I എന്ന് പറയുന്നത് ഇൻഡെക്സ് ആണ് അല്ലേ. ഇപ്പോൾ 1 എന്ന് പറയുന്ന ലൈൻ ഫസ്റ്റ് എലമെൻ്റ് ആണ്, അപ്പോൾ 0 ആണ് അതിൻ്റെ ഇൻഡെക്സ്. ith ലൈൻ 0th ലൈനാണ്. അപ്പോൾ അതിൻ്റെ 2 endpoints ഉണ്ടല്ലോ, അതായത് ഇവിടെ ഒരു ലൈൻ വരയ്ക്കുമ്പോൾ ഓൾവേസ് ഒരു ഗ്രാഫിൽ ലൈനിന് 2 endpoints ഉണ്ട്. അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻറ്റും എൻഡിങ് പോയിൻറ്റും. ഇതൊരു 2 എൻഡുകളാണ്, അപ്പോൾ 2 എൻഡിനും 2 എൻഡ് പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇത് ഈ ഒരു ഗ്രാഫിൻ്റെ കോർഡിനേറ്റ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് എന്താണ്, 0യിലാണ് അത് കിടക്കുന്നത് അല്ലേ. അപ്പോൾ 0, ആണ് അതിൻ്റെ ഹൈറ്റ്. 0, ഇൻഡെക്സ് പൊസിഷൻ 0, അതിൻ്റെ ഹൈറ്റ് 0. അതാണ് ഇവരിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇൻഡെക്സ് പൊസിഷൻ ഹൈറ്റ്, അതാണ് അതിൻ്റെ കോർഡിനേറ്റ്സ്. ഇവിടുത്തെ ഇൻഡെക്സ് പൊസിഷൻ 0 ആണ്, ഹൈറ്റും 0 ആണ്. അപ്പോൾ ഇവിടുത്തെ ഒരു എൻ പോയിൻറ്റ്, ഇതിൻ്റെ 2 endpoints ഉണ്ടല്ലോ, മുകളിലൊരു എൻ പോയിൻ്റ് ഉണ്ട്, അവിടെയും ഇൻഡെക്സ് പൊസിഷൻ 0, ഹൈറ്റ് 1. അപ്പോൾ 0, 1 ആണ് ഇതിൻ്റെത്. അപ്പോൾ ഇതിൻ്റെ എന്താണ് 8 എന്ന് പറയുന്ന ലൈനാണ് ഈ കാണുന്നത്. 8 ആണ് ഇതിൻ്റെ ഹൈറ്റായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത്. പൊസിഷൻ എത്രയാണ്? സെക്കൻഡ് ഇൻഡെക്സ് പൊസിഷൻ, അതായത് 1 എന്ന് പറയുന്ന ഇൻഡെക്സ് പൊസിഷനാണ്. അപ്പോൾ 1, 0, അതുപോലെ തന്നെ 1, 8 അല്ലേ. യെസ് 1, 0, 1, 8. ഇതെന്തായിരിക്കും അപ്പോൾ 2, 0, 2, 6 ആണ് ഇതിൻ്റെ ഹൈറ്റ്. 3, 0, 3, 2, 4, 0, 4, 5 അങ്ങനെ പോകും. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് മനസ്സിലായി. നമുക്ക് തരുന്ന ഇൻപുട്ട് ലൈൻസിനെ ഇങ്ങനെയാണ് നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യാൻ ഇവർ ഉദ്ദേശിക്കുന്നത്. ആ തരുന്ന വാല്യൂസാണ് ഹൈറ്റ്,
അതിൻ്റെ ഇൻഡെക്സ് പൊസിഷനാണ് അത് പ്ലേസ് ചെയ്തിരിക്കുന്ന സ്ഥലം. അപ്പോൾ ഇതിനകത്ത് നിന്ന് എന്ത് ചെയ്യാനാണ് പറയുന്നത്? ഫൈൻഡ് ടു ലൈൻസ് ദാറ്റ് ടുഗദർ വിത്ത് ദ എക്സ് ആക്സിസ് ഫോം എ കണ്ടെയ്നർ. നമ്മൾ 2 ലൈൻസ് കണ്ടുപിടിക്കണം. ഇതിൽ നിന്ന് ഒരുപാട് ലൈൻസ് ഉണ്ട്, 2 എന്ന് പറയാനല്ലോ, കുറേ ലൈൻസ് ഉണ്ട്. 2 ലൈൻസ് കണ്ടുപിടിച്ചാൽ മാത്രം മതിയോ? അത് പോരാ. ലൈൻസ് ടുഗദർ വിത്ത് ദ എക്സ് ആക്സിസ് ഫോംസ് എ കണ്ടെയ്നർ. എക്സ് ആക്സിസും കൂടെ ഇതാണല്ലോ എക്സ് ആക്സിസ്. അപ്പോൾ ഈ 2 ലൈനാണ് എടുക്കുന്നതെങ്കിൽ ഇതിന് താഴെയുള്ള ഈ ഒരു ആക്സിസും കൂടെ ചേരുമ്പോൾ ഒരു കണ്ടെയ്നർ പോലെ വരും. ശരി, ഒരു ഫിഷ് ടാങ്ക് പോലെയൊക്കെ വരുന്നതാണ്. ചിന്തിച്ചു. ith line form a container such that the container contains the most water. അപ്പോൾ ഇതിൽ ഏത് 2 ലൈൻസ് വെച്ചൊരു കണ്ടെയ്നറായിട്ട് കൺസിഡർ ചെയ്താലാണ് കൂടുതലായിട്ടും ഏറ്റവും കൂടുതൽ വെള്ളം കൊള്ളുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ റിട്ടേൺ ചെയ്യേണ്ടത് റിട്ടേൺ ദ മാക്സിമം എമൗണ്ട് ഓഫ് വാട്ടർ എ കണ്ടെയ്നർ ക്യാൻ സ്റ്റോർ. അപ്പോൾ ഇതിൽ എത്ര വെള്ളമാണ് മാക്സിമം സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതെന്നാണ് റിട്ടേൺ ചെയ്യേണ്ടത്. അതായത് അതിൻ്റെ വോളിയമാണ് റിട്ടേൺ ചെയ്യേണ്ടത്. വെള്ളത്തിനെ കണ്ടെയ്ൻ ചെയ്യുന്ന അതിൻ്റെ മെട്രിക് എന്ന് പറയുന്ന വോളിയം ആണല്ലോ. റിട്ടേൺ ദ മാക്സിമം നമ്പർ ഓഫ് വാട്ടർ സ്റ്റോർ. നോട്ടീസ് ദാറ്റ് യു മേ നോട്ട് സ്ലാൻഡ് ദ കണ്ടെയ്നർ. യു മേ നോട്ട് സ്ലാൻഡ് ദ കണ്ടെയ്നർ. എന്താണ് സ്ലാൻഡ്? വാട്ട് ഡസ് സ്ലാൻഡ് മീൻസ്? ഓക്കെ, കണ്ടെയ്നർ ചരിക്കാനോ ഒന്നും പറ്റില്ല. അവരുദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ടെയ്നറിനകത്ത് ഇത്രയല്ലേ വെള്ളം കൊള്ളുള്ളൂ, കണ്ടില്ലേ? കാരണം ഇത് രണ്ടും തമ്മിൽ നോക്കുമ്പോൾ ഏറ്റവും വലിപ്പം കുറഞ്ഞ സൈഡ് ഇതാണ്. ഇതിന് മുകളിലോട്ടുള്ള വെള്ളം കൊള്ളില്ല. വേണമെങ്കിൽ ഈ കണ്ടെയ്നർ നമ്മളൊന്ന് ചരിച്ച് പിടിച്ചാൽ ഇതിങ്ങനെ ഇത്രയും വെള്ളം കൊള്ളും. അപ്പോൾ കുറച്ച് കൂടുതലുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കൺസെപ്റ്റ് ഒന്നും ഇല്ല എന്നൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയാണ് യു മേ നോട്ട് സ്ലാൻഡ് ദ കണ്ടെയ്നർ എന്ന് പറഞ്ഞത്. അപ്പോൾ ചെറിയ ലെങ്തിലേ നിൽക്കുള്ളൂ. കാരണം ബാക്കി ഇത് ഇത്ര ഉണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ഈ ലെങ്ത് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. വോളിയം കൺസിഡർ ചെയ്യേണ്ടി വരും എന്തായാലും. ഇതിൽ ഏത് 2 ലെങ്ത് വെച്ചിട്ടാണ് കൂടുതൽ വോളിയം കണ്ടെയ്ൻ ചെയ്യുന്നതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിനകത്ത് 49 ആണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടായിരിക്കും 49 ഔട്ട്പുട്ട് വരുന്നത്? ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വെള്ളം കൊള്ളുന്ന വോളിയംസ് 2 എണ്ണമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇതും ആണോ? ഒരിക്കലും അല്ല. എന്തുകൊണ്ടാണ്? വോളിയത്തിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് നമുക്കറിയാം അല്ലേ? വോളിയം ഓഫ് വാട്ടർ വോളിയം ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് അല്ലേ? ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്നാണ് പറയുന്നത്. ഇത് ലെങ്ത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ലെങ്ത് ഇൻറ്റു വിഡ്ത്ത്. എനിക്ക് തോന്നുന്നു ഇവരിവിടെ ഏരിയ ആണ് കൺസിഡർ ചെയ്തിരിക്കുന്നത് തോന്നുന്നു. കാരണം ഏരിയ ആണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെങ്ത് 7 ആണ് എടുക്കാൻ പറ്റുള്ളൂ, ഹൈറ്റ് 7 എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഉള്ളത് വിഡ്ത്താണ്. വിഡ്ത്ത് എന്ന് പറയുന്നത് 0, 1 എന്ന് പറയുന്ന പൊസിഷനിലാണ് ഇതിരിക്കുന്നത്. ഇതെത്രയാ? 0, 1, 2, 3, 4, 5, 6, 7, 8 8th പൊസിഷനാണ്. അപ്പോൾ 1 - 8 7 7 ഇൻറ്റു 7 ഈ ലെങ്ത്, ഷോർട്ടസ്റ്റ് ലെങ്ത്. അപ്പോൾ വിഡ്ത്ത് 7, ഷോർട്ടസ്റ്റ് ലെങ്ത് 7 7 7 49. അപ്പോൾ ഇവിടെ നമ്മൾ ഏരിയയുടെ ഇക്വേഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ദ മാക്സ് ഏരിയ ഓഫ് ദ വാട്ടർ ബ്ലൂ സെക്ഷൻ ഏരിയ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് അത് തന്നെ യൂസ് ചെയ്യാം. ഇവിടെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മളിത് ജസ്റ്റ് ഒന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, സോ ഇൻപുട്ട് തന്നേക്കുന്ന സാധനം നമ്മൾ എടുക്കുന്നു. ഇവിടെ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്യുന്നു.
അല്ലേ, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ച് തന്നെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത് ലോജിക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. നമുക്കിപ്പോൾ ഒരു ഇൻപുട്ട് തരുമ്പോൾ 2 പോയിൻ്റർ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഓൾറെഡി അറിയാം. ബേസിക്കലി ഇതിൻ്റെ ഒരു ഗ്രാഫ് കിടക്കുന്ന ഇങ്ങനെയായിരിക്കും. നേരത്തെ കണ്ട പോലെ 1 എന്നുള്ളത് ഇവിടെ കിടപ്പുണ്ടായിരുന്നു. അതുപോലെ തന്നെ 8 ഒരു അറൗണ്ട് ഇത്ര ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ 6 ഒരു ഇത്രയും കൺസിഡർ ചെയ്തോളൂ. 2 എന്നുള്ളത് ഇത്രയും കൺസിഡർ ചെയ്യാം. 5 8 7 വാട്ടർ. ഇപ്പം ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ക്ലിയർ ആവുന്നില്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുള്ള ഗ്രാഫ് വരയ്ക്കാം. എന്തായാലും ഇതിൽ ഏറ്റവും കൂടുതൽ വെള്ളം കൊള്ളുന്ന ഏത് കണ്ടെയ്നറിലാണെന്നുള്ളതാണ്, ഏത് 2 ലെങ്ത് വെച്ച് ഉണ്ടാകുന്ന കണ്ടെയ്നറിലാണെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, അല്ലേ. അപ്പം നമുക്കിതിൽ തന്നിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ഇൻഡെക്സ് പൊസിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. 0 1 2 3 4 5 6 7 8. കാരണം ഈ ഇൻഡെക്സ് പൊസിഷൻ വെച്ചിട്ടാണ് നമ്മൾ, അല്ലേ, 0 1 2 3 4 5 6 എന്നുള്ള ഇൻഡെക്സ് പൊസിഷൻ വെച്ചിട്ടാണ് ഇതിൻ്റെ വിഡ്ത്ത് കണ്ടുപിടിക്കുന്നത്. നമുക്കിപ്പോൾ ഏരിയ ആണ് വേണ്ടത്, മാക്സിമം ഏരിയ, അല്ലേ, മാക്സിമം ഏരിയ ആണ് വേണ്ടത്. അപ്പോൾ ലെങ്ത് ഇൻറ്റു അല്ലെങ്കിൽ ഹൈറ്റ് ഇൻറ്റു വിഡ്ത്ത് എന്നുള്ളൊരു ഇക്വേഷനാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഹൈറ്റ് ഇവിടെ ഉണ്ടാവും, വിഡ്ത്ത് എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടാവും, വിഡ്ത്ത് ഇവിടെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇൻഡെക്സ് ആണ് വിഡ്ത്ത് വെച്ച് ഇൻഡെക്സ് യൂസ് ചെയ്ത് വിഡ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ്ഫുൾ. അപ്പോൾ ഇൻഡെക്സ് വേണം, ആൻഡ് ഓൾസോ ഹൈറ്റും വേണം. അപ്പോൾ ഹൈറ്റും ഇൻഡെക്സും ആണ് ഇതിൽ വേണ്ട കാര്യങ്ങൾ. ഓക്കെ, നമുക്ക് ഏരിയ കണ്ടുപിടിക്കണം. സോ ബേസിക്കലി ഒറ്റ നോട്ടത്തിൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഇത് വരകളായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ മാക്സിമം വെള്ളം എങ്ങനെ കൊള്ളുക, 2 കാര്യങ്ങൾ വെച്ചിട്ട്, അതായത് 2 പോയിൻ്റർ അപ്രോച്ചിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം 2 പോയിൻറ്റേഴ്സ് എവിടെ വെക്കാം ഇനിഷ്യലി എന്നുള്ളതാണ്. അതിൻ്റെ ഇനിഷ്യൽ പ്ലേസിങ് എവിടെയാണെന്നുള്ളതാണ്. രണ്ടാമത്തത് ആ പോയിൻ്റർ മൂവ് ചെയ്യേണ്ടത് എന്തടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ്, അല്ലേ. ഇനിഷ്യലി എവിടെ വെക്കാം എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. രണ്ടാമത്തത് പോയിൻ്റർ എന്തടിസ്ഥാനത്തിൽ മൂവ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇനിഷ്യലി ഇത് പ്ലേസ് ചെയ്യുന്നതിൻ്റെ കൺസെപ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഏറ്റവും 2 കാര്യങ്ങൾ നമുക്കിവിടെ ചിന്തിക്കാൻ പറ്റും, അല്ലേ. ഏറ്റവും പൊക്കം കൂടിയ 2 എണ്ണം കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് തന്നെ ആവാൻ സാധ്യതയുണ്ട്. കാരണം അതിൻ്റെ ഹൈറ്റും വിഡ്ത്തും ആണല്ലോ മാക്സിമം ഏരിയ കിട്ടുന്നത്. അപ്പോൾ മാക്സിമം ഏരിയ കിട്ടണമെങ്കിൽ ഹൈറ്റും വിഡ്ത്തും കൂടുതലായിരിക്കുന്നതാണ് നല്ലത്. ഇതിൽ ഹൈറ്റ് കണ്ടുപിടിക്കാനാണോ കൂടുതൽ വിഡ്ത്ത് കണ്ടുപിടിക്കാനാണോ നമുക്ക് ഒരു പാടും ഇല്ലാത്തത്? മീൻസ് ഒറ്റ നോട്ടത്തിൽ കണ്ടുപിടിക്കാം, ഓക്കെ, ഹൈറ്റ് നമുക്ക് നോക്കി കണ്ടു. പക്ഷേ നമ്മൾ ഒരു കോഡ് എഴുതുമ്പോൾ 2 പോയിൻ്റർ പ്ലേസ് ചെയ്തുകൊണ്ട് മൂവ് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും ബേസിക് തിങ് എന്ന് പറയുന്നത് വിഡ്ത്താണ്, അല്ലേ. കാരണം ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് എന്ന് പറയുന്നത് 0 ഇൻഡെക്സ്, എൻഡ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അവസാനത്തെ ഇൻഡെക്സ്. അപ്പോൾ ലെങ്ത് എത്രയാണോ ആ ഇൻഡെക്സിൽ ഒരു പോയിൻ്റർ വെച്ച് സ്റ്റാർട്ടിങ് 0ത്തിലോട്ട് മറ്റൊരു പോയിൻ്റർ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വൈഡസ്റ്റ് ആയിട്ടുള്ള 2 ലൈൻസ് നമുക്ക് ഈ വരകളിലോട്ട് നമുക്ക് പോകാൻ പറ്റും. സോ ബേസിക്കലി നമുക്കിവിടെ എന്താ ചെയ്യാൻ പറ്റുക, വൈഡസ്റ്റ് ആയിട്ടുള്ള ഇത് കൺസിഡർ ചെയ്യാം. ഹൈറ്റ് വെച്ചിട്ട് നമുക്ക് ഏറ്റവും ഹൈറ്റ് ഉള്ളതിലോട്ട് പോയിൻ്റർ ഇനിഷ്യലൈസ് ചെയ്യാൻ പറ്റില്ല, കാരണം ഹൈറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ലൂപ്പ് ചെയ്ത് പോകണം, അല്ലേ. അപ്പം വിഡ്ത്ത്, അപ്പോൾ സ്റ്റാർട്ടിങ് പോയിൻ്റ്, അപ്പോൾ പോയിൻ്റർ എവിടെ പ്ലേസ് ചെയ്യാം, അല്ലേ, പ്ലേസിങ് ദ പോയിൻ്റർ. അതുപോലെ തന്നെ മൂവിങ് ദ പോയിൻ്റർ. ഈ 2 കാര്യങ്ങളാണ് 2 പോയിൻ്ററിൽ ഞാൻ ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ട സാധനം. ഫസ്റ്റ് പ്ലേസ് ചെയ്യുന്നത് എവിടെയാണ്, പിന്നെ എന്തടിസ്ഥാനത്തിൽ നമ്മൾ മൂവ് ചെയ്യും, ഈ 2 കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള സാധനം പ്ലേസ് ചെയ്യുന്നത് 2 അറ്റത്ത് പ്ലേസ് ചെയ്താണ് നല്ലത്. കാരണം അവിടുന്നാണ് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ട് നമുക്ക് എന്താ പറയുക ആൻസറിലോട്ട് എത്താൻ പറ്റുന്നത് വൈഡസ്റ്റ് പ്ലേസ്മെൻറ്റിലായിരിക്കും, അല്ലേ. കാരണം ഏറ്റവും വലിയ ബക്കറ്റായിരിക്കും, ഏറ്റവും വിഡ്ത്ത് കൂടിയ ബക്കറ്റായിരിക്കും ഏറ്റവും വെള്ളം കണ്ടെയ്ൻ ചെയ്യുന്നത്. ഏറ്റവും വിഡ്ത്ത് കൂടിയ എന്താ പറയുക വാട്ടർ ടാങ്ക് തന്നെയാണ്, അല്ലെങ്കിൽ ഫിഷ് ടാങ്ക് തന്നെയാണ് ഏറ്റവും വെള്ളം കണ്ടെയ്ൻ ചെയ്യുന്നത്. അപ്പോൾ വിഡ്ത്ത് 0 എന്നുള്ളൊരു പോയിൻ്റർ ഇനിഷ്യലൈസ് ചെയ്യുക, ഫസ്റ്റ് സ്റ്റെപ്പ് പോയിൻ്റർ ഇനിഷ്യലൈസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതായത് ലെഫ്റ്റ് എന്നൊരു പോയിൻ്റർ 0യിൽ പ്ലേസ് ചെയ്യും, റൈറ്റ് എന്നുള്ളൊരു പോയിൻ്റർ നമ്മൾ ലെങ്ത് ഓഫ് ഹൈറ്റ് എന്ന് പറയുന്നത് അറേയുടെ ലെങ്ത് ആണ്, അല്ലേ, -1. അപ്പോൾ ലാസ്റ്റ് ഇൻഡെക്സ് കിട്ടി, അപ്പോൾ ലെങ്ത് ഓഫ് ഹൈറ്റ് -1, റൈറ്റ് എന്ന് പറഞ്ഞൊരു പോയിൻ്റർ അവിടെ പ്ലേസ് ചെയ്യും. അപ്പം നമ്മുടെ കയ്യിൽ ഇപ്പോൾ 2 പോയിൻ്റർ ഉണ്ട്. ഒന്ന്
വായിച്ചെടുക്കാം. നമ്മുടെ കയ്യിൽ ഇപ്പോൾ 2 പോയിൻ്റർ ഉണ്ട്. 0 1 2 3 4 5 6. ആദ്യത്തെ പോയിൻ്റർ നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്തു, രണ്ടാമത്തെ പോയിൻ്റർ ഇവിടെ പ്ലേസ് ചെയ്തു. അതാണ് ഇപ്പം നമ്മൾ ചെയ്തത്, ഇനിഷ്യലൈസ് ചെയ്തു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പോയിൻ്റർ മൂവ് ചെയ്യുക എന്നുള്ളത്. അല്ല, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? പോയിൻ്റർ മൂവ് ചെയ്ത് പോയിട്ട് കാര്യമില്ലല്ലോ. ആദ്യം നമ്മൾ വെച്ച സ്ഥലത്തെ ഏരിയ, ഈ 2 ലൈൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം അല്ലേ. ഹൈറ്റ് നമുക്കറിയാം, ഏതാ ഹൈറ്റ് വേണ്ടത്? ലോവസ്റ്റ് ഹൈറ്റ്. അപ്പോൾ കാൽക്കുലേറ്റ് ഏരിയ എന്നുള്ളതാണ്. ലോവസ്റ്റ് ഹൈറ്റ് എടുക്കണം. ഇത് നമ്മുടെ കയ്യിൽ 2 പോയിൻറ്റേഴ്സിൽ നിൽക്കുന്നതിൻ്റെ ലോവസ്റ്റ് ഹൈറ്റ് എടുക്കും. ലോവസ്റ്റ് ഹൈറ്റ് എടുത്തു. അത് മിനിമം ഫംഗ്ഷൻ ഇട്ടാൽ മതിയല്ലോ. മിന്നെന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ലോവസ്റ്റ് ഹൈറ്റ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതേ ഇൻറ്റു വിഡ്ത്ത് എങ്ങനെ കണ്ടുപിടിക്കും? ഉറപ്പായിട്ടും റൈറ്റിലെ പോയിൻ്റർ മൈനസ് ലെഫ്റ്റിലെ പോയിൻ്ററിൻ്റെ വാല്യൂ കുറച്ചാൽ മതിയല്ലോ. റൈറ്റിലെ പോയിൻ്റർ 6-ലാണ്, ലെഫ്റ്റിലെ പോയിൻ്റർ ഇരിക്കുന്നത് 0-ലാണ്. അപ്പോൾ ഇതിന് തമ്മിലുള്ള വിഡ്ത്ത് എത്രയാണ്? 6 തന്നെയാണ്. 6 - 0 എന്ന് പറയും, 6 തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? ഹൈറ്റ് ഇതിൽ 1 ആണല്ലേ, നമ്മൾ കണ്ടു. ഫസ്റ്റ് ലൈനിൻ്റെ ഹൈറ്റ് 1 ആണ്. അപ്പോൾ 1 × 6 = 6 ആണ് അതിൻ്റെ വോളിയം കിട്ടി അല്ലേ. ഈ ഒരു റീജിയനിലെ വെള്ളം നിലനിൽക്കൂ. കാരണം വെള്ളം നമുക്ക് ബ്ലൂവിൽ തന്നെ വരയ്ക്കാം, ആവശ്യം പോലെ കളറുള്ളതല്ലേ. അപ്പോൾ ഈ ഒരു റീജിയനിലെ വെള്ളം നിലനിൽക്കൂ. കാരണം അതിന് മുകളിലോട്ട് വെള്ളം താണ്ടി നിർത്താൻ പറ്റില്ലല്ലോ, ഇവിടെ പൊക്കമില്ലല്ലോ, ഇവിടെ മിനിമം ലെങ്ത്. അതുകൊണ്ടാണ് ലോവസ്റ്റ് ഹൈറ്റ് നമ്മൾ എടുത്തത്. ഈ 2 ഹൈറ്റ്സിൽ ലോവസ്റ്റ് ഹൈറ്റ് എടുത്തത്. അത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ആ പോയിൻ്ററിനെ അല്ലേ, ഈ ഒരു ഏരിയ നമുക്ക് കമ്പയർ ചെയ്യണ്ടേ, മാക്സിമം ആണോന്ന്. അതിന് മാക്സിമം നമ്മുടെ കയ്യിലുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കിട്ടുന്ന ഹൈറ്റിനെ അല്ല, കിട്ടുന്ന ഏരിയനെ നമ്മളൊരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യും അല്ലേ. നമ്മൾ സ്റ്റോർ ദ ഏരിയ എന്ന് പറയുന്ന ഒരു വേരിയബിളിലോട്ട് വല്ലതും ഏരിയ സ്റ്റോർ ചെയ്തു. അത് കഴിഞ്ഞു അല്ലേ, രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. മൂന്നാമത്തെ സ്റ്റെപ്പിലോട്ട് പോകാം നമുക്ക്. എന്താണ് മൂന്നാമത്തെ സ്റ്റെപ്പ്? ഈ കാൽക്കുലേറ്റ് ചെയ്ത സ്ഥിതിക്ക് സാധനം കിട്ടി ആണോ നോക്കി. ഏരിയ കമ്പയർ ചെയ്യണമെങ്കിൽ ലെങ്ത് നോക്കണം. ഏരിയ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞു അല്ലേ, നമ്മുടെ കയ്യിൽ സാധനമുണ്ട്. ഇനി നമ്മൾ ആ സ്റ്റോർ ചെയ്ത ഏരിയ എന്ന് പറയുന്ന ഓൾറെഡി ഇതിലുള്ള ഏരിയയെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കാം. നമുക്ക് ഓൾറെഡി ഒരു ഏരിയ എന്ന് പറഞ്ഞ ഒരു വാല്യൂ ഇനിഷ്യലൈസ് 0 ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഫസ്റ്റ് ഏരിയ അതിലോട്ട് സ്റ്റോർ ചെയ്യാം. ഓരോ വട്ടവും നമ്മൾ നോക്കും അല്ലേ. കമ്പയർ ഏരിയ വിത്ത് കറണ്ട് ഏരിയ മാക്സ് വോളിയം. ഈ ഏരിയ എന്നുള്ളത് വെച്ചാൽ മാക്സിമം ഏരിയ എന്ന് വെക്കാം. ഓക്കെ, മാക്സിമം ഏരിയ എന്ന് പറഞ്ഞൊരു വേരിയബിളിലോട്ട് നമ്മൾ ഇതിനെ സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് ഓരോ വട്ടവും സ്റ്റോർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആദ്യം നമ്മൾ ഏരിയ കണ്ടുപിടിക്കും. എന്നിട്ട് മാക്സിമം ഏരിയ എന്ന് പറയുന്ന വേരിയബിളിലോട്ട് നമ്മൾ ആദ്യം മാക്സിമം ഏരിയ എന്ന് പറയുന്നത് 0 ഇനിഷ്യലൈസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്യണമല്ലോ. അപ്പോൾ മാക്സ് ഏരിയയിൽ കിടക്കുന്ന ഏരിയയെക്കാട്ടി വലുതാണോ നോക്കും. വലുതാണെങ്കിൽ നമ്മൾ മാക്സ് ഏരിയയിലോട്ട് എടുത്ത് വെക്കും. ഓക്കെ, അങ്ങനെ നമ്മൾ ആദ്യത്തത് നോക്കി സക്സസ്ഫുള്ളി. ആദ്യത്തതിൽ മാക്സ് ഏരിയ 0 ആയിരുന്നു. അപ്പോൾ 0യെക്കാട്ട് വലുതാണ് നമുക്ക് കിട്ടിയ ഏരിയ. നമ്മളപ്പോൾ അതിലോട്ട് എടുത്ത് വെച്ചു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? നെക്സ്റ്റ് സ്റ്റെപ്പ് പോയിൻ്റർ മൂവ് ചെയ്ത് അടുത്തതിലോട്ട് പോകുക. കാരണം ഇങ്ങനെ ക്ലോസ് ചെയ്ത് വന്നാലല്ലേ നമുക്ക് ആക്ച്വലി നമ്മളിപ്പോൾ വരച്ചത് പ്രകാരം ഇതുമാണ് മാക്സിമം ഏരിയ അല്ലേ. ഇതും തമ്മിലാണ് മാക്സിമം ഏരിയ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അതിലോട്ട് എത്തണമെങ്കിൽ എങ്ങനെ എത്തുക? പോയിൻ്റർ മൂവ് ചെയ്ത് വൈഡർ ആണല്ലോ. അപ്പോൾ ഇനി കുറച്ച് കൊണ്ടുവരണം. ഇത് കൂട്ടി കൊണ്ടുപോകണം, ഇത് കുറച്ച് കൊണ്ടുവരണം. എന്തടിസ്ഥാനത്തിൽ? നമ്മൾ ഇതാദ്യം കൂട്ടും. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂട്ടും? ബേസിക്കലി ഒറ്റ നോട്ടത്തിൽ ചിന്തിച്ചാൽ നമുക്കറിയാം, ഇത് കുറയ്ക്കുന്നു, ഇതും കുറയ്ക്കുന്നു.
അപ്പോൾ അടുത്തത് നോക്കാം, ഇതും കുറയ്ക്കുന്നു ഇതും കുറയ്ക്കുന്നു, അപ്പോൾ അടുത്ത് നോക്കാം. അങ്ങനെ രണ്ടും കുറച്ചിട്ട് കാര്യമില്ല, കാരണം നമുക്ക് ഇതും ഇതുമായിട്ടുള്ളത് കമ്പയർ ചെയ്യാൻ പറ്റില്ല രണ്ടും കുറച്ച് കഴിഞ്ഞാൽ, അല്ലേ? അപ്പോൾ ഒരെണ്ണം അവിടെ നിർത്തിയിട്ട് മറ്റേത് കുറച്ച് 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 ഇവിടം വരെ കൊണ്ടുവരും, എന്നിട്ട് ഇത് അടുത്തതിലോട്ട് പിന്നെ മറ്റേത് ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കുറച്ച് അങ്ങനെ കൊണ്ടുവന്നിട്ട് കാര്യമുണ്ടോ? അതുമില്ല. അങ്ങനെ ആകുമ്പോൾ ഫോർ ലൂപ്പ് ഇട്ട് എടുക്കുന്ന പോലെ തന്നെ ആയി പോവില്ല. എല്ലാ കോമ്പിനേഷൻസും നമ്മൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കാൻ പാടില്ല. കോമ്പിനേഷൻസ് എല്ലാം ട്രൈ ഔട്ട് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് എൻ സ്ക്വയർ ആയി പോവും, അല്ലേ? കോംപ്ലക്സിറ്റി, ടൈം കോംപ്ലക്സിറ്റി. അപ്പോൾ ഓഫ് എൻ സ്ക്വയറിൻ്റെ ആവശ്യമില്ല, ഓഫ് എൻ ആക്കാം എന്നുള്ളൊരു കൺസെപ്റ്റിലാണല്ലോ 2 പോയിൻ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് അടിസ്ഥാനത്തിൽ പോയിൻ്റർ കുറയ്ക്കും? ആ കുറയ്ക്കേണ്ട പോയിൻ്റാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഇവിടുത്തെ പോയിൻ്റർ ഇരിക്കുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ, ഇവിടുത്തെ പോയിൻ്റർ ഇരിക്കുന്ന ഹൈറ്റ് മാക്സിമം ഇതിനേക്കാട്ടിലും വലിയ ഹൈറ്റാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിൽ ഏത് പോയിൻ്ററാണ് മൂവ് ചെയ്യേണ്ടത്? വലിയ ഹൈറ്റിലുള്ള പോയിൻ്റർ മൂവ് ചെയ്യണോ, ചെറിയ ഹൈറ്റിലുള്ള പോയിൻ്റർ മൂവ് ചെയ്യണോ? ചെറിയ ഹൈറ്റിലുള്ള പോയിൻ്റർ മൂവ് ചെയ്താൽ മേ ബി അടുത്തത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കാം, അല്ലേ? വലിയ ഹൈറ്റിലുള്ള പോയിൻ്റർ രണ്ടും സെയിം ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് മൂവ് ചെയ്യാം. ബട്ട് നമുക്ക് പെട്ടെന്ന് മാക്സിമം ഉള്ള വോളിയത്തിലോട്ട് എത്താനുള്ളൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ചെറിയ ഹൈറ്റിലുള്ള പോയിൻ്റർ മൂവ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലേ? സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പോയിൻ്റർ മൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മൂവ് പോയിൻ്റർ ടുവേർഡ്സ് അല്ലേ, ഏതാണോ ഷോർട്ടസ്റ്റ് ലൈൻ, മൂവ് പോയിൻ്റർ ഓഫ് ദ ഷോർട്ട് പോയിൻ്റർ ഓഫ് ടുവേർഡ്സ് ബിഗ് വൺ. ചെറിയ പോയിൻ്റർ എവിടെയാണോ, ചെറിയ ലെങ്ത് എവിടെയാണോ, ഏത് പോയിൻ്ററിൻ്റെ ആണോ ആ പോയിൻ്ററിൻ്റെ ലെങ്ത് മറ്റേതിനടുത്തോട്ട് എത്തിക്കാൻ ശ്രമിക്കുക. മീൻസ് ആ പോയിൻ്റർ അടുത്തതിലോട്ട് മൂവ് ചെയ്യിക്കുക. അപ്പോൾ അതാണ് അടുത്ത സ്റ്റെപ്പ്, മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ? നമ്മൾ ഓൾറെഡി ഇത് എന്ത് ചെയ്യുന്നു, മാക്സിമം കിട്ടിയ ഏരിയ, കറൻ്റ്ലി കിട്ടിയ ഏരിയ ആണോ അതോ മാക്സിമം ഏരിയ, ഇതുവരെ കിട്ടിയതിൽ മാക്സിമം ഏരിയ എന്നുള്ളത് നമ്മൾ ട്രാക്ക് ചെയ്യുന്നുണ്ട്, അല്ലേ? അത് ട്രാക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. എന്നിട്ട് നമ്മൾ ഈ കൺസെപ്റ്റിൽ ഇത് മൂവ് ഓൺ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതായത് ഷോർട്ടർ ലെങ്തിലുള്ള പോയിൻ്റർ മൂവ് ചെയ്ത് ലോങ്ങർ ലെങ്തിലോട്ട് അതിൻ്റെ അടുത്തോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക, കമ്പയർ ചെയ്ത് അവസാനം ആകുമ്പോൾ, അതായത് ഈ പോയിൻ്റർ മീൻസ് ഈ രണ്ട് പോയിൻ്ററും കൂടെ കൂട്ടിമുട്ടുന്ന പോയിൻ്റ് എത്തുന്നത് വരെ നമ്മളിത് കണ്ടിന്യൂ ചെയ്യണം. അപ്പോഴത്തേക്കും മാക്സിമം ഹൈറ്റ് കിട്ടും. ഓക്കെ, നമുക്കിത് ചെയ്തു നോക്കാം. ബാക്കിയൊക്കെ ചെയ്തു വരുമ്പോൾ പണി കിട്ടി തുടങ്ങുമല്ലോ. ഓക്കെ, ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ സോ ബേസിക്കലി ഇതിൻ്റെ ഹൈറ്റ് 1 2 3 ആണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഇനിഷ്യലൈസ് 2 പോയിൻ്റർ എന്നുള്ളതാണ്. നമുക്കത് തന്നെ ചെയ്യാം. 2 പോയിൻ്റർ ഇനിഷ്യലൈസ് ചെയ്യാം. ലെഫ്റ്റ് കോമ റൈറ്റ് എന്നുള്ള 2 പേരിൽ 2 പോയിൻ്റർ ഇനിഷ്യലൈസ് ചെയ്തു. 0 ഇനിഷ്യൽ സ്റ്റാർട്ടിംഗ് ആയിട്ട് വെച്ചു, നമ്മളിവിടെ പറഞ്ഞു 0 സ്റ്റാർട്ടിംഗ് ആയിട്ട് വെച്ചു. ലെങ്ത് ഓഫ് ഹൈറ്റ് -1. അപ്പോൾ പോയിൻ്റർ ഇനിഷ്യലൈസ് ചെയ്യുന്ന പണി കഴിഞ്ഞു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞു അല്ലേ, മാക്സിമം ഏരിയ 0 ഇനിഷ്യലൈസ് ചെയ്ത് വെക്കണം. കാരണം എന്താ, നമുക്ക് കിട്ടുന്ന ഏരിയ സ്റ്റോർ ചെയ്ത് വെക്കണ്ടേ, അല്ലെങ്കിൽ പിന്നെ നമ്മളിതൊക്കെ ചെയ്യുന്നത് എന്തിനാണ്? മാക്സിമം ഏരിയ 0 എന്നുള്ളത് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. യാ 0 ഇനിഷ്യലൈസ് ചെയ്തു. അടുത്ത സ്റ്റെപ്പ് എന്താണ്? കാൽക്കുലേറ്റ് ദ ഏരിയ. അതിന് പോയിൻ്റർ വെച്ചിട്ട് നമുക്ക് ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യാം, അല്ലേ? വൈൽ ലെഫ്റ്റ് സ്മോളർ ദാൻ റൈറ്റ്. കാരണം എന്താ, ലെഫ്റ്റും റൈറ്റും കൂട്ടിമുട്ടുമ്പോൾ അത് അവസാനിച്ചു അല്ലേ. പിന്നീട് അങ്ങോട്ടുള്ളത് കോമ്പിനേഷൻ ഓൾറെഡി ട്രൈ ഔട്ട് ചെയ്ത കോമ്പിനേഷൻ തന്നെയായിരിക്കും.
നമ്മൾ ലെഫ്റ്റും റൈറ്റും ലൂപ്പിട്ട് ലൂപ്പ് റൺ ചെയ്തു, അതിൻ്റെ എൻജിൻ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണം. ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ലെങ്ത് ലോവസ്റ്റ് ലെങ്ത് കണ്ടുപിടിക്കാം ഈസ് ഈക്വൽ ടു മിനിമം ഫങ്ഷൻ യൂട്ടിലൈസ് ചെയ്യാം. ലെങ്ത് ഹൈറ്റ് ഓഫ് ലെഫ്റ്റ് കോമ HAGHT അല്ലേ, ഹൈറ്റ് ഓഫ് ലെഫ്റ്റ് കോമ ഹൈറ്റ് ഓഫ് റൈറ്റ്. ഇതിലേതാ ലോവസ്റ്റ് എന്നുള്ളത്, അപ്പോൾ ഇവിടെ ലോവസ്റ്റ് ലെങ്തിൽ കിട്ടും. ആ ലോവസ്റ്റ് ലെങ്ത് അല്ല ഹൈറ്റ് എടുക്കാം. ലോവസ്റ്റ് ഹൈറ്റിൽ കിട്ടും. ലോവസ്റ്റ് ഹൈറ്റിൽ കിട്ടിയ സ്ഥിതിക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ലോവസ്റ്റ് ഹൈറ്റിൽ കിട്ടിയ സ്ഥിതിക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹൈറ്റും പിന്നെന്താ വിഡ്ത്ത്. വിഡ്ത്ത് എങ്ങനെ കണ്ടുപിടിക്കുക, റൈറ്റ് മൈനസ് ലെഫ്റ്റ് നമ്മളൊന്ന് പറഞ്ഞു അല്ലേ. റൈറ്റിൽ നിന്ന് ലെഫ്റ്റ് കുറച്ചാൽ വിഡ്ത്ത് കിട്ടും. റൈറ്റിൻ്റെ പോയിൻ്റർ എവിടെയാണോ ഇരിക്കുന്നത് അതിൻ്റെ ഇൻഡെക്സ് മൈനസ് ലെഫ്റ്റിലെ പോയിൻ്റർ ഇരിക്കുന്ന ഇൻഡെക്സ്. സോ ഇനി ഏരിയ ഈസ് ഈക്വൽ ടു ഹൈറ്റ് ഇൻറ്റു സ്റ്റാർ വിഡ്ത്ത് അല്ലേ. ഏരിയ കിട്ടി. നമ്മളെന്ത് ചെക്ക് ചെയ്യുന്നത്, ഏരിയ ഈക്വൽ മീൻസ് നിലവിലുള്ള മാക്സ് ഏരിയയെക്കാട്ടി വലുതാണോ. എന്തിനാ, വലുതല്ലെങ്കിൽ അവിടോട്ട് നമുക്ക് കിട്ടിയ ഏരിയ എടുത്ത് വെക്കും, അടുത്തോട്ട് നോക്കും മാക്സ് ഏരിയയിൽ. അപ്പോൾ നമുക്ക് ഓൾവേസ് ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ മാക്സിമം കിട്ടുന്ന ഏരിയ എടുത്ത് ആ മാക്സ് ഏരിയയിലോട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഇഫ് ഏരിയ ഗ്രേറ്റർ ദാൻ മാക്സ് ഏരിയ അല്ലേ, ഏരിയ മാക്സ് ഏരിയക്കാട്ടി വലുതാണോ നമ്മൾ ചെക്ക് ചെയ്യുന്നു. max area is equal to max area is equal to area. ഇത് വേണമെങ്കിൽ വേറെ ഈ മിനിമത്തിൻ്റെ തന്നെ മാക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്, അത് വെച്ച് യൂസ് ചെയ്യാം. അതാകുമ്പോൾ നമുക്ക് ഇങ്ങനെ കൊടുത്താൽ മതി. എന്താ മാക്സ് ഏരിയ ഈസ് ഈക്വൽ ടു മാക്സ് ഫംഗ്ഷനകത്തോട്ട് നമ്മൾ പാസ് ചെയ്യുന്ന ഏരിയയുടെ മീൻസ് വാല്യൂസ് ഏതൊക്കെയാണോ അതിൻ്റെ ആ മാക്സിമം വാല്യൂ റിട്ടേൺ ചെയ്യും. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഏരിയയും നമ്മൾ കൊടുത്തു, മാക്സിമം ഏരിയ കിടക്കുന്ന ഏരിയ നമ്മൾ കൊടുത്തു. ഇത് റിട്ടേൺ ചെയ്യുന്നത് ഈ രണ്ട് കൊടുത്ത വാല്യൂസിനകത്ത് ഏറ്റവും കൂടിയ വാല്യൂ ആണ്, അത് ഇതിലോട്ട് വരും. സെയിം സാധനമാണ്, നമുക്ക് ലൈൻ കുറയ്ക്കാം. അപ്പോൾ അത് വെച്ചു. അപ്പോൾ നമുക്ക് മാക്സിമം ഏരിയ കിട്ടി അല്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, മാക്സിമം ഏരിയ സ്റ്റോർ ചെയ്യാനുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ എഴുതി കമ്പയർ ചെയ്തു. മൂവ് പോയിൻ്റർ അല്ലേ, പോയിൻ്റർ മൂവ് ചെയ്യാം. പോയിൻ്റർ മൂവ് ചെയ്യാനുള്ള കൺസെപ്റ്റാണ് ഇഫ്. എങ്ങനെയാണ് നമ്മൾ പോയിൻ്റർ മൂവ് ചെയ്യുന്നത്, ഷോർട്ടസ്റ്റ് ഉള്ളതിൻ്റെ പോയിൻ്റർ മൂവ് ചെയ്യുക അല്ലേ. ഇഫ് ഹൈറ്റ് ഓഫ് ലെഫ്റ്റ് സ്മോളർ ആണോ നോക്കും. ഹൈറ്റ് ഓഫ് ലെഫ്റ്റിലെ ഹൈറ്റ് സ്മോളർ ആണെങ്കിൽ, ലെഫ്റ്റിലാണ് സ്മോളർ എങ്കിൽ ലെഫ്റ്റിലെ മൂവ് ചെയ്യാം അല്ലേ. ലെഫ്റ്റ് പ്ലസ് ഈസ് ഈക്വൽ ടു 1 കൊടുക്കും. എൽസ് കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൈറ്റിലെ ഇത് 1 കൊടുക്കാൻ പറ്റും. എൽസ് കേസിൽ ലെഫ്റ്റിലെ ആണ് സ്മോളർ എങ്കിൽ നമ്മൾ ലെഫ്റ്റിലെ കൂട്ടും. അല്ലാത്ത കേസിൽ നമ്മൾ റൈറ്റിലെ രണ്ട് ഈക്വൽ ആണെങ്കിലും ഏതെങ്കിലും ഒന്ന് മൂവ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ആ രണ്ട് ഈക്വൽ ആണെങ്കിലുള്ള കേസും കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ എൽസിലും കൊടുക്കുകയാണ്. റൈറ്റ് മൈനസ് ഈസ് ഈക്വൽ ടു 1 അല്ലേ. മൈനസ് ആണ്, റൈറ്റ് മൈനസ് ആണ് ചെയ്യേണ്ടത്. കാരണം റൈറ്റിൽ വലത്തെ അറ്റത്താണ്, അവിടെ നിന്ന് കൂട്ടി പോയിട്ട് കാര്യമില്ല. അങ്ങനെ പോയിൻ്റർ നമ്മൾ കുറയ്ക്കാൻ കൂട്ടാനുള്ള ലോജിക്ക് എഴുതിയിട്ടുണ്ട്. സോ ബേസിക്കലി ഈ പറഞ്ഞ കൺസെപ്റ്റ് ഇത്ര ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നത്, റിട്ടേൺ ചെയ്യും.
എന്ത് റിട്ടേൺ ചെയ്യണം? മാക്സ് ഏരിയ. സോ കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഇനിഷ്യലൈസ് ചെയ്തു. മാക്സിമം ഏരിയ എന്ന് ഒരു വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്തു. വൈൽ ലൂപ്പ് ഇട്ട് സ്റ്റാർട്ട് ചെയ്തു. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിൽ നിന്നും ആണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ലെഫ്റ്റിലുള്ള വോയിസ് റൈറ്റിലും കാട്ടിയും ചെറുതായിരിക്കണം. അപ്പോൾ അത് വെച്ചിട്ട് വൈൽ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ ലോവസ്റ്റ് ഹൈറ്റ് എടുത്തു, രണ്ടിൻ്റെയും വെച്ചിട്ട് വിഡ്ത്ത് കൺസിഡർ ചെയ്തു. ഏരിയ നോക്കി, ഏരിയ നമ്മൾ ചെക്ക് ചെയ്തു. മാക്സിമം ഏരിയയിലോട്ട് പ്ലേസ് ചെയ്തു. വലിയ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഉള്ളതാണോ മാക്സ് ഏരിയയിലുള്ളതാണോ നോക്കിയിട്ട് മാക്സ് ഏരിയയിലോട്ട് വേണ്ടത് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഹൈറ്റിൻ്റെ വെച്ചിട്ട്, ഇതാണ് മെയിൻ ലോജിക്ക്. സിംപ്ലി ഹൈറ്റിൻ്റെ മീൻസ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ അറേക്കകത്തുള്ള നമ്മളിപ്പോൾ ഏത് പോയിൻ്ററിലാണോ ഇരിക്കുന്നത് ആ 2 പോയിൻ്ററിലെ ഷോർട്ടസ്റ്റ് ലെങ്ത് വരുന്നത് ഏത് പോയിൻ്ററിലാണ് വെച്ചേക്കുന്നത് അത് മൂവ് ചെയ്ത് മറ്റേതിൻ്റെ അടുത്തോട്ട് മൂവ് ചെയ്യുന്നു. യെസ്, 2 പോയിൻ്റർ വെച്ചിട്ടുള്ള അപ്രോച്ച് ഇതാണ്. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ ബേസിക്കലി 2 പോയിൻ്ററിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ 2 പോയിൻ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന്, എവിടെ പോയിൻ്റർ പ്ലേസ് ചെയ്യണം എന്നുള്ളത്. 2, എന്തിൻ്റെ അടിസ്ഥാനത്തിൽ മൂവ് ചെയ്യണം എന്നുള്ളത്. പോയിൻ്റർ പ്ലേസ് ചെയ്യുന്നത് നമ്മുടെ ഔട്ട്പുട്ടിലോട്ട് ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്യുന്നൊരു ലോജിക്ക് വെച്ചിട്ടാണ്. ഇവിടെ നമ്മൾ വൈഡസ്റ്റ് ആയിട്ടുള്ള സാധനമാണ് നമുക്കിപ്പോൾ പ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഹൈറ്റ് നോക്കി കണ്ടുപിടിക്കാൻ പറ്റില്ല ഇനിഷ്യലി പ്ലേസ് ചെയ്യുമ്പോൾ അല്ലേ. വൈഡസ്റ്റ് പ്ലേസ്മെൻറ്റ് വെച്ചു, കുറച്ച് കൊണ്ടുവന്നു. സിനേറിയോ നമ്മൾ നോക്കിയത് അണ്ടർസ്റ്റാൻഡിങ് ഏറ്റവും ഷോർട്ടസ്റ്റ് ലെങ്ത് ഏതാണോ ഹൈറ്റ് ഏതാണോ അത് ആ പൊസിഷനിലുള്ളത് മൂവ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിച്ചു. സോ ദാറ്റ്സ് ഇറ്റ്. വീഡിയോ മനസ്സിലായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, മനസ്സിലായില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക. ഓക്കെ ആണെങ്കിൽ അത് പറഞ്ഞറിയിക്കുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.